നമസ്കാരം. നമുക്ക് ഇന്ന് ഒരു അവിയൽ വെക്കാം കേട്ടോ. അപ്പം അവിയലിന് വേറെ ഒത്തിരി കഷ്ണങ്ങളൊന്നുമില്ല. എനിക്ക് കുറച്ച് ചക്ക ഇട്ടിട്ടുണ്ട്, ചക്ക ഇടുന്നുണ്ട്. പിന്നെ ശകലം ചീര ഉണ്ടായിരുന്നു, നമ്മുടെ ടെറസിൻ്റെ മേലെ ഉണ്ടായിരുന്നു, ചീര പറിച്ചിട്ടുണ്ട്. പിന്നെ ഒരു മാങ്ങ ഉണ്ട്. അപ്പം മാങ്ങ, ചീര, ചക്ക ഇത് വെച്ച് നമുക്ക് ഒരു അവിയൽ ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പം ഞാൻ ചക്ക അരിഞ്ഞെടുക്കട്ടെ. ചക്ക ഒത്തിരി ഉണ്ടായിരുന്നില്ല, ശക്കലം ചക്കയേ ഉള്ളൂ. അപ്പം നമുക്കൊരു അവിയൽ വെക്കാമെന്ന് വിചാരിച്ചേ. അപ്പം ചക്ക നീട്ടത്തിലെ അരിയണ്ടല്ലേ അവിയലിന്. ഒന്ന് രണ്ട് ചക്കക്കുരുവും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ചക്കക്കുരുവും കൂടി ഇടാവേ. ചക്കക്കുരു ഒരുക്കി എടുക്കട്ടെ കേട്ടോ. ചക്കക്കുരു ഒരുക്കി എടുക്കുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഇതിൻ്റെ ഈ കവറിങ് ഇതെല്ലാം കളയണമല്ലോ. കഴിഞ്ഞിട്ട് നമുക്ക് നാലായിട്ടൊന്ന് മൊത്തത്തിൽ കളയേണ്ട കാര്യമില്ല, കുഴപ്പമില്ല. ഇനി നമ്മൾ വെച്ചിട്ട് ഇതുപോലെ ഒരു 4-5 എണ്ണം ഇതിനകത്ത് ഒരുക്കിയിട്ടാൽ മതിയാവും. കഴിഞ്ഞിട്ട് പിന്നെ അടുപ്പത്ത് വെച്ച് വേവിച്ചിട്ട് പിന്നെ നമുക്ക് ചീര ഒരു വേവാകുമ്പോഴത്തേന് ചീരയും കൂടി ഇട്ട് കൊടുക്കാം. ചീര പെട്ടെന്ന് വെന്തോളുമല്ലോ. കഴിഞ്ഞിട്ട് മാങ്ങയും കൂടി അരിഞ്ഞങ്ങിട്ട് അരപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചക്ക അവിയൽ റെഡിയാകും. അപ്പോൾ നമ്മുടെ ചക്കയും ചീര, മാങ്ങ എല്ലാം കൂടി, ചക്കക്കുരു എല്ലാം കൂടി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ഞാൻ തേങ്ങ, ഉള്ളി ഇത്രയേ ഞാൻ എടുത്തിട്ടുള്ളേ. അത് കറിവേപ്പിലയും കൂടി വെച്ചിട്ടുണ്ട്. ചേർത്ത് അരപ്പ് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു ശകലം ഉപ്പും കൂടി ഇടാനുണ്ട്. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് ഉപ്പ് ചേർക്കുന്നത്. ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണയും കൂടി കുറച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് യോജിപ്പിക്കാം. നന്നായിട്ട് യോജിപ്പിക്കുക. നമ്മുടെ ചക്കയും ചീര, മാങ്ങ, അവിയൽ എല്ലാം കൂടി ഇട്ടല്ലേ ഇത് അവിയൽ റെഡിയായേ. നല്ല ടേസ്റ്റി ആയിരിക്കും. ചക്കയും മാങ്ങയും ചീരയും അത്രയും. അപ്പോൾ നമ്മുടെ ചക്ക അവിയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. എല്ലാവരും വെച്ചിട്ടുണ്ടാവും. എല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക്